ശ്രീ പ്രവീൺ എം കുമാർ, അവിടെ UDFന്റെ പാനലിൽ ജയിച്ചു വന്ന ആളുകൾ നാളെ അയോഗ്യരാവുകയാണെങ്കിൽ പിന്നീടുള്ള രാഷ്ട്രീയ തീരുമാനം എന്താണ്? നിങ്ങൾ വലിയ ചർച്ചകൾ ഒരുമിച്ചെടുത്ത തീരുമാനമൊക്കെയാണല്ലോ. നിങ്ങളുടെ ബി പ്ലാൻ എന്താണ്? ഇവിടെ എ പ്ലാന്റെയും ബി പ്ലാന്റെയും ഒന്നുമില്ല. അതൊരു വൈകാരികമായ ഒരു തീരുമാനം മാത്രമായിരുന്നു. സ്വാഭാവികമായി പാർലമെന്ററി ഔസേപ്പ് ആരാണെന്ന് ചോദിക്കുന്നല്ലോ. ഔസേപ്പ് UDFന്റെ പാർലമെന്റ് പാർട്ടി നേതാവായിരുന്നു. ഈ തവണത്തെ 10 പേരുടെയും നേതാവാണ്. അവിടെ ഈ വിപ്പ് കൊടുക്കേണ്ട ആളാണ് ഈ ഔസേപ്പ്. സ്വാഭാവികമായി ഔസേപ്പ് അവിടെ കൂറുമാറിയപ്പോൾ ഉണ്ടായ ആ ഒരു പ്രതിഷേധമായിരുന്നു ഇവിടെ നടന്നത്. ഈ കേവലം ഒരു ഗ്രാമത്തിലെ ഈ പറയുന്ന ചെറിയൊരു സംഭവത്തെ അടിസ്ഥാനമാക്കി അതൊരു വലിയ സ്കെയിലായിട്ട് അളക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ പറയുന്ന BJPയും ഈ പറയുന്ന CPMും ചേർന്നാണ് VP സിംഗിനെ പിന്തുണച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സംവിധാനം ഈ ഭാരതത്തിലുണ്ടായി മാതൃക കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതൊന്നും പറയണ്ട. ഈ പറയുന്ന തൃശ്ശൂരിന്റെ മേയറാണ്, ഞങ്ങളുടെ ജില്ലയിലെ തൃശ്ശൂരിന്റെ മേയർ കൃത്യമായി നേരത്തെ ഞങ്ങളുടെ നേതാവ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കൈയടക്കമില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ രാഷ്ട്രീയത്തെ വിമർശിക്കുക? നിങ്ങൾ അനുദിനം നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഒരു ഗ്രാമത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രാധാന്യമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നെ എവിടെയാണ് പോരാട്ടം നടക്കുന്നത്? അവനവന്റെ വാർഡ്, അവനവന്റെ പഞ്ചായത്ത്, അവിടെ രാഷ്ട്രീയ നെറി കാണിക്കാൻ കഴിയാതെ ഇരിക്കുന്നവർക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്കും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ എന്ത് അടിത്തറ ശ്രീ പ്രവീൺ എം കുമാർ? ഇവിടെ കൃത്യമായി പാർട്ടിയുടെ ഇടപെടലുണ്ടാകും, ഇതിന് തീരുമാനം ഉണ്ടാവും. ഈ നിങ്ങൾ പ്രചരിപ്പിച്ചതുപോലെ ആരെങ്കിലും ഒരാൾ BJPയിലേക്ക് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഇവിടെ തീരുമാനം ഉണ്ടാവുന്നേ. ആരായാലും പല മാധ്യമങ്ങളും തെറ്റായ രീതിയിലാണ് പ്രചരിപ്പിച്ചത്. ഞങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാൾ പോലും ഈ BJPയിൽ പോയിട്ടില്ല. നിങ്ങളുടെ ഏത് നേതാവ്? നിങ്ങൾ രാജിവെച്ച പാർട്ടിയുടെ നേതാവ് എങ്ങനെയാണ് നിങ്ങളുടെ നേതാവാകുന്നത്? നിങ്ങളുടെ ഏത് നേതാവ്? അവരെങ്ങോട്ട് പോയി? ഞങ്ങളുടെ VD സതീശൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾ രാജിവെച്ച് കഴിഞ്ഞിടത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് VD സതീശൻ നേതാവാകുന്നത്? VD സതീശൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാവാണ്, സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾ രാജിവെച്ച പാർട്ടിയുടെ നേതാവ് നിങ്ങളുടെ നേതാവോ? ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഇവിടെ പഞ്ചായത്ത് മെമ്പർമാര് 8 പേരെടുത്തൊരു തീരുമാനമാണ്. അവരുടെ വികാരപരമായി ഒറ്റുകൊടുത്തവനെതിരായുള്ള പ്രതിഷേധമാണ്. അത് കേവലം ഒരു പ്രാദേശിക ഇഷ്യൂവിനെ വളരെ ബോധപൂർവം മുഖ്യമന്ത്രി പോലും ഇത്ര രീതിയിലേക്ക് പക്ഷേ ഒറ്റ കാര്യം പറയാം, നിങ്ങളെ ഒറ്റുകൊടുത്തവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ തോൽപ്പിച്ചത് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടേത് എന്ന് വിചാരിക്കുന്ന പാർട്ടിയാണ് എന്നാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഔട്ട്കം എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.